ചെന്നായുടെ വേഷമിട്ട സുരേന്ദ്രനെയും കാണാനില്ല. പരിഭ്രമത്തോടെ അശോക് പറഞ്ഞു. രണ്ടുപേരും അടിയൊഴുക്കിൽപ്പെട്ടിട്ടുണ്ടാകും, വേഗം ചാടി നോക്ക്. ദേവൻ ശബ്ദമുയർത്തി. രാജനും സുകുമാരനും വെള്ളത്തിലേക്ക് ചാടി ആഴത്തിൽ മുങ്ങി. അപ്പോഴേക്കും ക്യാമറാമാൻ അടക്കമുള്ള യൂണിറ്റ് അംഗങ്ങൾ കായൽ തീരത്ത് എത്തിയിരുന്നു. എല്ലാവരും ശ്വാസം അടക്കി പിടിച്ച് വെള്ളത്തിലേക്ക് നോക്കി നിന്നു. നിമിഷങ്ങൾക്ക് ദൈർഘ്യം കൂടുതലാണെന്ന് അവർക്കെല്ലാം തോന്നി. പെട്ടെന്ന് കായലിൽ ഓളമുണ്ടായി. ഒരാളുടെ തല ജലനിരപ്പിന് മുകളിൽ ഉയർന്നു വന്നു. രാജൻ, സിതാരയുടെ? ഉദ്യോഗത്തോടെ ദേവൻ തിരക്കി. ഇവിടെ എങ്ങും ആരും ഇല്ല സർ. വായിലെ വെള്ളം തുപ്പിയിട്ട് രാജൻ പറഞ്ഞു. എന്ത്? തലക്കടിയേറ്റതുപോലെ ദേവൻ ഞെട്ടിപ്പോയി. ഇനി നമ്മൾ എന്ത് ചെയ്യും സാറേ? പോലീസിലും ഫയർഫോഴ്സിലും വിവരം അറിയിക്കേ രക്ഷയുള്ളൂ. അശോകിന്റെ ശബ്ദത്തിലെ പരിഭ്രമം ദേവന് മനസ്സിലായി. അവരൊക്കെ വരുമ്പോഴേക്കും എല്ലാം കഴിയും. നമുക്ക് പറ്റുന്നത് പോലെ അന്വേഷിക്കാം. അതേ തൽക്കാലം വഴിയുള്ളൂ. രാജാ, അടിയൊഴുക്കുള്ളതുകൊണ്ട് ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. കുറച്ചപ്പുറത്തേക്ക് മാറിയൊന്ന് കൂടി മുങ്ങി നോക്ക്. പ്രതീക്ഷ കൈവിടിയാതെ ദേവൻ വിളിച്ചു പറഞ്ഞു. ഈ സിനിമയുടെ വർക്ക് തുടങ്ങിയ അന്നു മുതൽ കഷ്ടകാലമാണ്. ദേവൻ ഓർത്തു. രാജൻ വീണ്ടും വെള്ളത്തിലേക്ക് മുങ്ങി. അപ്പോൾ സുകുമാരൻ ജലപ്പരപ്പിലേക്ക് ഉയർന്നു വന്നു. സാറേ, ഇതിനടിയിൽ ഒരു ശവം കിടപ്പുണ്ട്. അത് കേട്ട് കരയിൽ നിന്നവർ ഞെട്ടിപ്പോയി. ദേവൻ തലയിൽ കൈ ചേർത്ത് നിലത്ത് കുത്തിയിരുന്നു. അവളെ എത്രയും പെട്ടെന്ന് എടുക്കണം. ആശുപത്രിയിൽ എത്തിച്ച ജീവൻ രക്ഷിക്കാൻ കഴിയും. പ്രതീക്ഷയോടെ അശോക് വിളിച്ചു പറഞ്ഞു. രാജനും സുകുമാരനും വെള്ളത്തിലേക്ക് മുങ്ങി. കരയിൽ എല്ലാവരും ശ്വാസം അടക്കി പിടിച്ചു നിന്നു. അത് ശവമാകരുത് എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഭയാനകമായ ഒരു നിശബ്ദത അവരെ വലയം ചെയ്തു. രാജനും സുകുമാരനും ഒരു സ്ത്രീയുടെ ശരീരം ഉയർത്തിക്കൊണ്ട് കരയിലേക്ക് വന്നു. പൂർണ്ണ നഗ്നമായ ശരീരം തീരത്ത് കിടത്തി. അയ്യോ, ഇത് സിതാരയല്ല, ചെമ്പകമാണ്, ആരോ വിളിച്ചു പറഞ്ഞു. മീനുകൾ കൊത്തി വികൃതമായ ശവശരീരം ദേവൻ ഒന്നേ നോക്കിയുള്ളൂ. അയാൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. രാജനും സുകുമാരനും കുറെ നേരം കായലിൽ മുങ്ങിത്തപ്പിയെങ്കിലും സിതാരയെയോ സുരേന്ദ്രനെയോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇനി നമ്മൾ മിണ്ടാതെ നിന്നിട്ട് കാര്യമില്ല. പോലീസിലും ഫയർഫോഴ്സിലും വിവരം അറിയിക്കണം. അശോക് മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് ദേവനെ നോക്കി. അയാളുടെ മനസ്സിലൂടെ സിതാരയുടെ വെണ്ണ പോലത്തെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും മിന്നി മറിയുകയായിരുന്നു. മിഴുക്കോണുകളിൽ പൊടിഞ്ഞു വന്ന ജലം ആരും കാണാതെ ദേവൻ തുടച്ചു കളഞ്ഞു. ദേവന്റെ മറുപടിക്ക് കാക്കാതെ അശോക് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. പിന്നെ ഫയർഫോഴ്സിലേക്കും. അവർ വന്നിട്ട് ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ല. ഡെഡ് ബോഡി കിട്ടിയ ഭാഗ്യം, ദേവൻ മന്ത്രിച്ചു. ചെമ്പകത്തിന്റെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തതിനു ശേഷം ഉള്ള ബന്ധുക്കളുടെ അടുത്തെത്തിക്കണം. അതിനു മുമ്പ് വേണ്ടപ്പെട്ടവരെ വിവരം അറിയിക്കണം. അതൊക്കെ നമ്മുടെ ചുമതലയല്ലേ സാറേ? അശോക് പറഞ്ഞതിന് മറുപടിയായി ദേവൻ തലയെ നിലക്കി. സാറേ, നമ്മൾ പ്രേത സിനിമ പിടിക്കാറിങ്ങിയത് കൊണ്ടാണോ നമുക്ക് പിന്നാലെ അദൃശ്യനായ ഒരു പ്രേതം കറങ്ങി നടക്കുന്നത്? ആദ്യ തമാശയിലാണ് അശോക് ചോദിച്ചതെങ്കിലും അത് തങ്ങളുടെ കാര്യത്തിൽ വളരെ ശരിയാണെന്ന് ദേവന് തോന്നി. ആദ്യം ജോണി, പിന്നെ ചെമ്പകം, ഇപ്പോ സിതാരയും സുരേന്ദ്രനും. ഈ സിനിമ കഴിയുമ്പോഴേക്കും ഇനി എത്ര പേര് ബാക്കിയുണ്ടാകുമെന്ന് കണ്ടറിയണം. അശോക്, 3-4 ദിവസത്തേക്ക് നമുക്ക് ഷൂട്ടിംഗ് നിർത്തിവെക്കാം. നായിക ഇല്ലാതെ വർക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. സിതാര ഇനി ജീവനോട് തിരിച്ചു വരുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? അശോകന്റെ ചോദ്യത്തിന് ദേവന് മറുപടി ഉണ്ടായിരുന്നില്ല. ഞാൻ പറയുന്നത് കൊണ്ട് സാറ് തെറ്റിദ്ധരിക്കരുത്. ഞാൻ മനസാക്ഷി ഇല്ലാത്തവനാണെന്നും കരുതരുത്. അശോക് ഒന്ന് നിർത്തി ദേവന്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് തുറന്നു. ഷൂട്ടിംഗ് നീണ്ടുപോകുന്തോറും എനിക്ക് ലക്ഷങ്ങളാണ് നഷ്ടമെന്ന് സാറിനറിയാമല്ലോ. കഷ്ടകാലത്തിന് നായിക നടിയെയും കാണാതായി. പോലീസ് അവളെ അന്വേഷിച്ച് കണ്ടെത്തട്ടെ. നമ്മൾ പകരം നായികയെ വെച്ച് സിനിമ പൂർത്തിയാക്കും. സാർ എന്ത് പറയുന്നു? പക്ഷേ നായികയെ നമ്മൾ പെട്ടെന്ന് എങ്ങനെ കണ്ടെത്തും? അതോർത്ത് സാറ് വിഷമിക്കണ്ട. നായിക എന്റെ ഹൗസ് ബോട്ടിലുണ്ട്, ലോലിത. ഒരു സീരിയൽ നടിയായ അവൾ ഇങ്ങനെ ഒരു വേഷത്തിൽ അഭിനയിക്കാൻ സമ്മതിക്കുമോ? അതൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം സാറേ. അവള് പോരെ? മതി. പക്ഷെ സിതാരയുടെ സീനുകൾ നിലനിർത്തിക്കൊണ്ട് കഥയിൽ ചെറിയൊരു മാറ്റം വരുത്താം. ലോലിതയെ വെച്ച് സിനിമ പൂർത്തിയാക്കാം. എല്ലാം സാറിന്റെ ഇഷ്ടം. കായലോര റോഡിലൂടെ ഫയർ എഞ്ചിനും അതിന് പിന്നാലെ പോലീസ് ജീപ്പും പാഞ്ഞു വരുന്നത് അവർ കണ്ടു.
ജൂലി ജോൺ ഐസിയുവിന്റെ പുറത്തുള്ള കസേരയിൽ കുനിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ആരോ അവളുടെ തോളത്ത് തട്ടി. ഞെട്ടലോടെ തലയുയർത്തിയ ജൂലി കണ്ടത് തന്നെ നോക്കി നിൽക്കുന്ന സേവ്യറിനെയാണ്. ചേട്ടാ, സോളമൻ. ഒരു തേങ്ങലോടെ ജൂലി എണീറ്റ് സേവ്യറിന്റെ തോളിലേക്ക് തല ചേർത്തു. കരയാതെ, ആരെങ്കിലും കാണും, കണ്ണു തുടക്കി. നീ എങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ ആയാലോ? എന്താണെങ്കിലും നമുക്ക് ഫേസ് ചെയ്തല്ലേ പറ്റൂ. സേവ്യർ സഹോദരിയെ ആശ്വസിപ്പിച്ചു. സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നീ തിരക്കിയോ? ജൂലിയെ പിടിച്ച് കസേരയിൽ ഇരുത്തിയിട്ട് സേവ്യറും സമീപമിരുന്നു. ഞാൻ കേട്ടതൊക്കെ ശരിയാണ് ചേട്ടാ. പക്ഷേ സോളമന്റെ മാനസിക നിലയ്ക്ക് എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സാരിത്തുമ്പ കൊണ്ട് കണ്ണുനീർ ഒപ്പിക്കൊണ്ട് ജൂലി പറഞ്ഞു. പെട്ടെന്ന് മാനസിക നിലയ്ക്ക് തകരാറ് സംഭവിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടായോ? എനിക്കറിയില്ല ചേട്ടാ. സോളമന് ഇപ്പൊ എങ്ങനെയുണ്ട്? 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ലത്രേ. സോളമന്റെ പപ്പയും അമ്മയും വിവരം അറിയിച്ചോ? ഉവ്വ്, ഞാൻ വിളിച്ചിരുന്നു. ആക്സിഡന്റ് ആണെന്നാ പറഞ്ഞത്. നീ വേണമെങ്കിൽ വീട്ടിലേക്ക് പൊക്കോ. എന്താവശ്യം ഉണ്ടായാലും ഞാൻ നോക്കിക്കൊള്ളാം. വേണ്ട ചേട്ടാ, സോളമന് ബോധം തെളിയുമ്പോ എന്നെ തിരക്കും. എനിക്ക് ഉറപ്പാ. അപ്പോ ഞാനിവിടെ വേണം. ചേട്ടൻ പൊയ്ക്കോ. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. സേവ്യർ ജോൺ എണീറ്റതും മൊബൈൽ ശബ്ദിച്ചു. ഡിസ്പ്ലേ നോക്കി. അശോകാണ്. എന്താ സാറേ, പതിവില്ലാതെ ഈ നേരത്ത്? സേവ്യറെ, ഇവിടെ ആകെ പ്രശ്നമാണ്. നായിക നടിയെയും കൂടെ അഭിനയിച്ച നടനെയും കായലിൽ വീണ് കാണാതായി. അവരെ അന്വേഷിച്ചപ്പോ ചെമ്പകത്തിന്റെ ശവമാണ് കിട്ടിയത്. പോലീസിനെ അറിയിച്ചില്ലേ? ഉവ്, പോലീസും ഫയർഫോഴ്സും വന്ന് അന്വേഷിച്ചിട്ട് മടങ്ങിപ്പോയി. നീ ഇപ്പൊ എവിടെയാണ്? ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ. ഇവിടെ ജോലിയുണ്ട്. സോളമൻ എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല. ചെമ്പകത്തിന്റെ ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ വെയിറ്റ് ചെയ്യണോ? വേണ്ട, കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിനുശേഷമേ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരൂ. ഞാൻ വിളിച്ചോളാം. ബൈ. ആരായിരുന്നു ചേട്ടാ? ജൂലി ചോദിച്ചു. നമ്മുടെ അശോകി. അവന്റെ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയ അന്ന് മുതൽ കാലക്കേടാ. ഇപ്പോ നായിക കായലിൽ വീണെന്ന്. ശവം പോലും കിട്ടിയില്ല. ഞാൻ ഇറങ്ങുന്നു. സേവ്യർ ജോൺ സ്കോഡയിൽ കയറുമ്പോൾ ഗേറ്റ് കടന്നു വരുന്ന ആംബുലൻസ് കണ്ടു. സേവ്യർ കാർ പുറത്തേക്ക് എടുത്തു. ചെമ്പകത്തിന്റെ ശവം പോസ്റ്റ്മോർട്ടം ചെയ്ത് ബന്ധുക്കളെ ഏൽപ്പിക്കുമ്പോൾ രാത്രിയായിരുന്നു. അശോകും ദേവനും ജൂലിയെ കണ്ട് സോളമന്റെ വിവരങ്ങൾ തിരക്കിയതിനു ശേഷം കാറിൽ കയറി. കായലോര റോഡിലൂടെ കാർ ഓടിക്കൊണ്ടിരുന്നു. സംസാരിക്കാൻ വാക്കുകൾ ഇല്ലാത്തതുപോലെ രണ്ടുപേരും നിശബ്ദരായിരുന്നു. സർ, ഹൗസ് ബോട്ടിലേക്ക് വരുന്നോ? ലോലിതയെ പരിചയപ്പെടുത്താം. അവർക്കിടയിൽ തളം കെട്ടി നിന്ന നിശബ്ദതയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് അശോക് പറഞ്ഞു. ഇന്ന് ഏതായാലും വേണ്ട അശോക്. എന്നെ താമസ സ്ഥലത്ത് വിട്ടാൽ മതി. സാറിന്റെ ഇഷ്ടം. ദേവനെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ വീടിന് മുമ്പിൽ ഇറക്കിയ ശേഷം അശോക് കാർ തിരിച്ചുവിട്ടു. ദൂരെ ഹൗസ് ബോട്ടിലെ വെളിച്ചം അശോക് കണ്ടു. ലോലിത ഉറങ്ങിക്കാണുമോ? അയാൾ കായൽ തീരത്തെ തെങ്ങിൻ തോപ്പുകൾക്കിടയിൽ കാർ ഇട്ട ശേഷം ഹൗസ് ബോട്ടിലേക്ക് ചെന്നു. ലോല ഉറങ്ങിയോടാ? ബോട്ടിലെ പയ്യനോട് അശോക് തിരക്കി. ഇല്ല സർ, മാഡം TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അശോക് വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. താൻ അഭിനയിച്ച ഒരു സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ലോലിത. അശോക്, സിനിമയുടെ പ്രധാനപ്പെട്ട ചില രംഗങ്ങൾ ഇന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തായി? കഴിഞ്ഞോ? റിമോട്ട് എടുത്ത് TVയുടെ സൗണ്ട് മ്യൂട്ടിലിട്ടുകൊണ്ട് അവൾ തിരക്കി. ലൊക്കേഷനിൽ ഉണ്ടായ സംഭവം അശോക് വിവരിച്ചു. അത് കേട്ട് അവൾ അമ്പരന്ന് പോയി. ഇനി എന്ത് ചെയ്യും? പുതിയ നായികയെ വെച്ച് പടം പൂർത്തിയാക്കണം. ആരാണ് നായിക? നീ തന്നെ. ഞാനോ? അതെ, എല്ലാം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷെ അശോക്, ഒന്നും പറയണ്ട. ഞാൻ ഈ പടം മുഴുവനാക്കുന്നുണ്ടെങ്കിൽ നായിക നീ ആയിരിക്കും. ഒരു സംശയവുമില്ല. ഒരു സെക്സ് പടത്തിൽ അഭിനയിച്ച എന്റെ സീരിയൽ രംഗത്തെ ഇമേജിനെ അത് ബാധിക്കില്ല അശോക്. ഈ പടം ഹിറ്റായാൽ പിന്നെ നീ സീരിയലിൽ അഭിനയിക്കാൻ പോകേണ്ടി വരില്ല. എന്താ പോരെ? പക്ഷേ ഒരു പക്ഷേയുമില്ല. മറ്റന്നാൾ ഷൂട്ടിംഗ് പുനരാരംഭിക്കും. ഓക്കെ? മനസ്സില്ലാ മനസ്സോടെ ലോലിത തലയിളക്കി. ഫ്രിഡ്ജിൽ നിന്നും ബിയർ കുപ്പി എടുത്തുകൊണ്ട് അശോക് അവളുടെ അടുത്ത് പോയിരുന്നു. ദേവന്റെ മുറിയിൽ നിന്നും മുരളിപ്രസാദും രവിശങ്കറും പിരിഞ്ഞപ്പോൾ സമയം 10 മണി കഴിഞ്ഞിരുന്നു. തന്റെ മുന്നിലിരിക്കുന്ന വിസ്കി നിറച്ച ഗ്ലാസ് ദേവൻ പതുക്കെ കാലിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ സിരകൾക്ക് ഒരു പുത്തൻ ഉണർവുണ്ടായി. പെട്ടെന്നാണ് യമുനയെ കുറിച്ച് ഓർത്തത്. അപ്പോൾ മൊബൈൽ എടുത്ത് യമുനയ്ക്ക് ഒരു മിസ് കോൾ അടിച്ചു.
3-4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വാതിലിൽ ആരോ തട്ടി. യെസ്. വാതിൽ തുറന്ന് രാത്രി വേഷത്തിൽ യമുന കയറി വന്നു. വാതിലടച്ച് ലോക്ക് ചെയ്തേക്ക്, ഇനി രാവിലെ പോയാ മതി. യമുന അനുസരിച്ചു. പിന്നെ അയാൾക്കരികിൽ കിടക്കയിൽ വന്നിരുന്നു. കൈകളിൽ മദ്യഗ്ലാസുമായി ദേവൻ എണീറ്റു. അമ്മ ഉറങ്ങിയോ? പെട്ടെന്ന് മുറിക്കുള്ളിലെ ബൾബ് അണഞ്ഞു. പുറത്തുനിന്നും ചോര മരവിപ്പിക്കുന്ന ഒരു നിലവിളി ഉയർന്നു. മുറിക്കുള്ളിലെ വെളിച്ചം അണഞ്ഞതും ദേവൻ എമർജൻസി ലൈറ്റ് ഓൺ ചെയ്തു. ആരോ ഉറക്ക നിലവിളിച്ചല്ലോ സർ. അമ്മയുടെ ശബ്ദം പോലെ ഉണ്ട്, പരിഭ്രമത്തോടെ യമുന പറഞ്ഞു. നിനക്ക് തോന്നിയതായിരിക്കും. മദ്യത്തിന്റെ ലഹരിയിലായിരുന്നു ദേവൻ. അല്ല സർ, സത്യമായി ഞാൻ കരച്ചിൽ കേട്ടതാണ്. അപ്പോൾ പുറത്തു നിന്നും വീണ്ടും നിലവിളി ഉയർന്നു. ഇത്തവണ അവർ രണ്ടുപേരും വ്യക്തമായി അത് കേട്ടു. അയ്യോ, എന്റെ അമ്മയാണ്, അമ്മയ്ക്ക് എന്തു പറ്റി? കരഞ്ഞുകൊണ്ട് യമുന ചാടി എണീറ്റു. പിന്നെ വാതിലിന്റെ ലോക്കെടുത്ത് വരാന്തയിലേക്ക് ഇറങ്ങി. നിൽക്ക്, ഞാനും വരാം. ദേവൻ എമർജൻസി ലൈറ്റ് എടുത്തുകൊണ്ട് അവൾക്ക് പിന്നാലെ ചെന്നു. യമുന തന്റെ മുറിയിലേക്ക് ഓടിച്ചെന്നു. മുറിയുടെ വാതിൽ തുറന്നു കിടക്കുന്നു. മുറിക്കുള്ളിൽ അമ്മയില്ല. ആ കാഴ്ച കണ്ട് അവൾ ഞെട്ടിപ്പോയി. അമ്മേ, അമ്മേ! യമുന കരച്ചിലിന്റെ വക്കോളം എത്തിയിരുന്നു. സഹ്, എന്റെ അമ്മ! അവൾ ദേവനെ കെട്ടിപ്പിടിച്ചു. പുറത്തെ ശബ്ദം കേട്ട് യൂണിറ്റിലുള്ള കുറച്ചു പേർ ഇറങ്ങി വന്നു. എന്താ സാർ, ആരാ നിലവിളിച്ചത്? സുകുമാരൻ തിരക്കി. ഗോമതിയെ കാണാനില്ല. പുറത്തുനിന്നാണ് നിലവിളി കേട്ടതെന്ന് തോന്നുന്നു. നമുക്ക് പോയി നോക്കാം സർ. യൂണിറ്റ് അംഗങ്ങൾ പുറത്തേക്ക് ഓടി. പിന്നാലെ ദേവനും യമുനയും. അവർ നിമിഷങ്ങൾ കൊണ്ട് കായൽ തീരത്തെത്തി. മങ്ങിയ നിലാവിൽ അവിടെ വിജനമായി കാണപ്പെട്ടു. സുകുമാരൻ സംഘവും അവിടെ മുഴുവൻ തെരഞ്ഞു നോക്കിയെങ്കിലും ഗോമതിയെ കണ്ടില്ല. ഇവിടെ എങ്ങും ആരുമില്ല സർ, തിരിച്ചിൽ കഴിഞ്ഞ് വന്നവർ പറഞ്ഞു. അമ്മേ! നിലവിളിച്ചുകൊണ്ട് വീഴാൻ പോയ യമുനയെ ദേവൻ താങ്ങി. കാണാതെ പോയ ചെമ്പഴത്തിന് പറ്റിയ ദുരന്തമായിരുന്നു യമുനയുടെ മനസ്സ് നിറയെ. പെട്ടെന്ന് കായലോര റോഡിലൂടെ വലിയൊരു ട്രക്ക് പാഞ്ഞു പോകുന്നത് ദേവൻ കണ്ടു. അത്രയും സമയം അതവിടെ ഉണ്ടായിരുന്നില്ലെന്ന് ദേവൻ സംശയിച്ചു. അശോകും താനും കൂടി ഹോസ്പിറ്റലിൽ പോയി മടങ്ങി വരുമ്പോ കായലോരത്തുള്ള പഴയ പള്ളിയുടെ സമീപം കണ്ട ട്രക്ക് തന്നെയാണിത്. അന്നവിടെ തൊപ്പിവെച്ച നീണ്ട ഒരു മനുഷ്യൻ കയ്യിൽ ഒരു ചാക്കുകെട്ടുമായി നിൽക്കുന്നതും താൻ കണ്ടതാണ്. അയാളായിരിക്കുമോ ഗോമതിയെ തട്ടിക്കൊണ്ടുപോയത്? പക്ഷെ എന്തിന്? ദേവന് മറുപടി കിട്ടിയില്ല. സർ, ഈ രാത്രിയിൽ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. നമുക്ക് വീട്ടിലേക്ക് പോകാം. ഗോമതി ചേച്ചി ചിലപ്പോ മുറിയിൽ കാണുമായിരിക്കും. യമുനയെ സമാധാനിപ്പിക്കാനായി സുകുമാരൻ പറഞ്ഞു. എല്ലാവരും തിരിച്ചു പോന്നു. അമ്മ മുറിയിൽ കാണണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് യമുന ഓരോ ചുവടും വെച്ചത്. ദേവൻ സാറിന്റെ സിനിമയിൽ അഭിനയിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട നിമിഷത്തെ അവൾ മനസ്സുകൊണ്ട് ശപിച്ചു. അവർ തിരിച്ചെത്തുമ്പോഴേക്കും കറന്റ് വന്നിരുന്നു. യമുനയുടെ മുറിയുടെ മുന്നിൽ കുറച്ചു പേർ അമ്പരപ്പോടെ നോക്കി നിൽക്കുന്നത് അവൾ കണ്ടു. അമ്മേ! അവൾ ആളുകൾക്കിടയിലൂടെ മുറിയിലേക്ക് കയറി. അടുത്ത നിമിഷം നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് പാഞ്ഞു. എന്താ? ഒന്നും മനസ്സിലാകാതെ ദേവൻ ചോദിച്ചു. പേടിയോടെ യമുന മുറിക്കുള്ളിലേക്ക് കൈ ചൂണ്ടി. അങ്ങോട്ട് നോക്കിയ ദേവനും അമ്പരന്നു പോയി. മുറിക്കുള്ളിൽ സിത്താര നിൽക്കുന്നു. സീനിൽ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോ ധരിച്ചിരുന്ന ഷഡ്ഡിയും ബ്രേസറുമാണ് വേഷം. നനഞ്ഞ മുടിയിഴകൾ വിടർത്തിയിട്ടിരിക്കുന്നു. അതിൽ നിന്ന് വെള്ളം മുറിക്കുള്ളിലേക്ക് ഇറ്റു വീണുകൊണ്ടിരുന്നു. സീതു മോളെ, നീ ഇത്ര നേരം എവിടെയായിരുന്നു? നിന്നെ ഞങ്ങൾ എവിടെയൊക്കെ തെരഞ്ഞു. നമ്മുടെ സുരേന്ദ്രൻ എവിടെ? അവളെ കണ്ട സന്തോഷത്തോടെ ദേവൻ അകത്തേക്ക് ചെന്നു. നിനക്ക് എന്താ പറ്റിയത്? അടുത്തേക്ക് വരരുത്. ചെന്നായം വെള്ളുന്നത് പോലെ ഒരു ശബ്ദം സിതാരയിൽ നിന്നുണ്ടായി. അത് കേട്ട് ദേവൻ അമ്പരന്നു പോയി. മോളെ സിതു, ഞാൻ സിത്താരയല്ല. അത് പറഞ്ഞിട്ട് ഉറക്കെ പൊട്ടിച്ചിരിച്ചു. പിന്നെ ദേവന് നേരെ തിരിഞ്ഞ് കൈകൾ മുന്നോട്ട് നീട്ടി. ആ കൈകളിൽ നഖങ്ങൾ നീളുകയും രോമങ്ങൾ വളരുകയും ചെയ്തു. അയ്യോ! ദേവൻ അറിയാതെ നിലവിളിച്ചുകൊണ്ട് മുറിക്ക് പുറത്തേക്ക് ചാടി. നിൽക്കവിടെ! അത് പറഞ്ഞിട്ട് അവൾ തലമുടിയിൽ ഇരു കൈകളും പിടിച്ച് തോൽ വലിച്ചു കീറി. തല മുട്ടത്തോട് പൊളിക്കുന്നത് പോലെ വലിച്ചു പറിച്ചു. മനുഷ്യ ശിരസിന് പകരം തൊലി ഉരിഞ്ഞ ഒരു ചെന്നായുടെ തലയായിരുന്നു അവൾക്ക്. മൈ ഗോഡ്, അത് ചെകുത്താനാണ്! വേഗം വരൂ! ദേവൻ യമുനയെ വിളിച്ചുകൊണ്ട് ഓടി. പിന്നാലെ മറ്റുള്ളവരും. കൊടുങ്കാറ്റ് പോലെ സിതാര അവർക്ക് നേരെ പാഞ്ഞു ചെന്നു. ഇപ്പോൾ അവളെ കണ്ടാൽ ഒരു മനുഷ്യ ചെന്നായുടെ രൂപമായിരുന്നു. ദേവന് പിന്നാലെ മുറിയിലേക്ക് കയറാൻ ശ്രമിച്ച സിതാരയുടെ തലക്കിട്ട് അയാൾ എമർജൻസി ലൈറ്റ് കൊണ്ട് ആഞ്ഞടിച്ചു.
അവളുടെ തലയോട് മുട്ടത്തോട് പോലെ പൊട്ടിപ്പോയി. അയ്യോ ദേവൻ സാർ! അവൾ സാധാരണ ശബ്ദത്തിൽ നിലവിളിച്ചുകൊണ്ട് നിലത്തേക്ക് വീണു. അവളുടെ രൂപം മാറി മാറി വന്നു. ഒടുവിൽ അവളുടെ യഥാർത്ഥ രൂപത്തിലായി. സാർ, ഇത് സിതാരയാണ്, അവക്ക് കുഴപ്പമില്ല. യമുന ഒരു ബെഡ്ഷീറ്റ് എടുത്ത് അവളെ പുതപ്പിച്ചു. നമുക്ക് ഇവളെ ആശുപത്രിയിൽ എത്തിക്കണം, പരിഭ്രമത്തോടെ ദേവൻ പറഞ്ഞു. സിതാര മരിച്ചുപോയ താൻ കൊലപാതകത്തിന് സമാധാനം പറയേണ്ടി വരുമെന്ന് അയാൾക്കറിയാമായിരുന്നു. ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ചാണ് താൻ അവളെ അടിച്ചത്. രണ്ടുപേർ ചേർന്ന് സിതാരയെ കോരിയെടുത്തു. അടുത്ത നിമിഷം ആ കാഴ്ച കണ്ട് അവിടെ നിന്നവരൊക്കെ നടുങ്ങിപ്പോയി. സിതാരയുടെ തലയിലെ മുറിവിൽ നിന്ന് പുറത്തേക്ക് ചീറ്റിയ ചോരയ്ക്ക് പച്ച നിറം. സാറേ, ഇത് മനുഷ്യനല്ല, ആ ഭീകര സത്വമാണ്, വേഷം മാറി വന്നതാണ്, അവളെ പിടിച്ചുകൊണ്ടു നിന്ന സുകുമാരൻ പറഞ്ഞു. പെട്ടെന്ന് സിതാരയുടെ രോമം നിറഞ്ഞ വലതു കൈ സുകുമാരന്റെ കഴുത്തിൽ പിടിച്ചു ഞെരിച്ചു. കൂർത്ത നഖങ്ങൾ തുളഞ്ഞിറങ്ങി. അയാൾ വേദന കൊണ്ട് പൊളഞ്ഞു. അയ്യോ സാറേ, രക്ഷിക്കണേ! സുകുമാരൻ നിലവിളിച്ചു. അവളെ പിടിച്ചു മാറ്റ്, അല്ലെങ്കിൽ അയാളെ കൊല്ലും! ദേവൻ വിളിച്ചു കൂവി. കുറെ ആളുകൾ ചേർന്ന് അവളുടെ പിടുത്തം വിടുവിക്കാൻ നോക്കിയിട്ട് കഴിഞ്ഞില്ല. രാജൻ മുറിയിലേക്ക് പാഞ്ഞു കയറി ക്യാമറ സ്റ്റാൻഡ് എടുത്തുകൊണ്ടുവന്ന് സിതാരയുടെ തലക്കിട്ടടിച്ചു. ചെന്നായ മുള്ളുന്നത് പോലെ അവൾ ഒരു ശബ്ദം കേൾപ്പിച്ചു. പിന്നെ തറയിൽ വീണ് നിശ്ചലമായി. അവളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട സുകുമാരൻ ആശ്വാസത്തോടെ കഴുത്തു തിരുമ്മി. നഖം കൊണ്ട് മുറിവിലൂടെ ചോര വരുന്നുണ്ടായിരുന്നു. ആ നാശം പിടിച്ചവളെ കത്തിച്ചു കളാം! രോഷത്തോടെ ആളുകൾ അലറി. സാർ, എന്താണ് ചെയ്യേണ്ടത്? കയ്യും കാലും ബന്ധിച്ച് ഏതെങ്കിലും മുറിയിൽ പൂട്ടിയിടാം. രാവിലെ ആശുപത്രി കൊണ്ടുപോവാം. ഇനിയൊരു ഭാഗ്യപരീക്ഷണം വേണ്ട. ഞാൻ അശോകനൊന്ന് വിളിക്കട്ടെ? ദേവൻ പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്തു. കരഞ്ഞുകൊണ്ടിരുന്ന യമുനയെ ഒന്ന് രണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ആശ്വസിപ്പിച്ച് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അശോകും ലോലിതയും ബിയർ നുണഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അശോകിന്റെ മൊബൈൽ ശബ്ദിച്ചത്. അയാൾ ഫോൺ എടുത്തു നോക്കി. ദേവന്റെ നമ്പർ കണ്ടു. ഇയാൾക്കൊന്നും ഉറങ്ങാറായില്ലേ? പിറുപിറുത്തുകൊണ്ട് അശോക് കോൾ ബട്ടൺ അമർത്തി. അശോക്, രാത്രി വിളിച്ച് ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. ഇവിടെ ഒരു സംഭവം ഉണ്ടായി. ഒറ്റ ശ്വാസത്തിൽ നടന്നതെല്ലാം ദേവൻ അശോകിനോട് പറഞ്ഞു. നട്ടെല്ലിനുള്ളിലൂടെ ഒരു മിന്നൽ കടന്നുപോയതുപോലെ അയാൾ തരിച്ചിരുന്നു പോയി. ഒന്ന് രണ്ട് നിമിഷങ്ങൾക്ക് ശേഷമാണ് അശോക് മറുപടി പറഞ്ഞത്. സിതാരയെ രാവിലെ ഹോസ്പിറ്റലാക്കാം. അതുവരെ മുറിയിൽ പൂട്ടിയിട്. ഞാൻ രാവിലെ എത്താം, ബാക്കിയൊക്കെ നേരിൽ. കോൾ കട്ടാക്കി അശോക് എണീറ്റു. എന്താ? ലോലിത അടുത്തേക്ക് വന്നു. ഒന്നുമില്ല, തൽക്കാലം അവൾ ഒന്നും അറിയാതിരിക്കുന്നതാണ് നല്ലതെന്ന് അശോക് കരുതി. അശോക് ഒരു സിഗരറ്റ് കത്തിച്ചു. ലോലിത ബെഡിൽ പോയി കിടന്നു. ഈ സിനിമ ഒരിക്കലും തനിക്ക് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അശോക് അങ്ങനെയാണ് ചിന്തിച്ചത്. ഒരുപക്ഷെ ആ വീടും ലൊക്കേഷനും ഒന്ന് മാറ്റി നോക്കിയാലോ? രാവിലെ ദേവനുമായി സംസാരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോ സിനിമ തീരും വരെ ആരും ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പിക്കാനും പറ്റില്ല. അശോക് ആലോചിച്ചിരുന്ന് ഉറങ്ങിപ്പോയി. വിളറിയ നിലാവെളിച്ചത്തിൽ ഗോമതി കായലിറമ്പിലൂടെ കുറെ ദൂരം നടന്നു. പിന്നെ ഒരു പാറപ്പുറത്ത് കയറിയിരുന്നു. താൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവൾക്കൊരു നിശ്ചയവുമില്ലായിരുന്നു. വാതിലിൽ ആരോ തട്ടിയപ്പോ യമുനയാണെന്ന് കരുതിയാണ് വാതിൽ തുറന്നത്. ഒരുപക്ഷെ മുന്നിൽ സിത്താരയായിരുന്നു. അവൾ തന്നെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് വന്നു. അപ്പൊ താൻ അബോധാവസ്ഥയിൽ എന്ന പോലെയായിരുന്നു. കായൽ തീരത്ത് വന്നപ്പോ സിതാരയെ കണ്ടില്ല. അതുകൊണ്ടാണ് നിലവിളിച്ചത്. എങ്ങോട്ട് പോകണമെന്നറിയാതെ വട്ടം കറങ്ങി. ഒടുവിൽ നടന്ന് ക്ഷീണിച്ചപ്പോ ഇവിടെ കയറിയിരുന്നു. അതുവരെ ഉണ്ടായ സംഭവങ്ങൾ ഗോമതിയുടെ മനസ്സിലൂടെ കടന്നുപോയി. ഇനി താൻ എങ്ങനെ വീട്ടിലെത്തും? മോളും ദേവൻ സാറും മറ്റുള്ളവരും തന്നെ കാണാതെ അന്വേഷിക്കുന്നുണ്ടാവും. കാട്ടിൽ വഴിതെറ്റിയ സഞ്ചാരിയെ പോലെയായിരുന്നു ഗോമതി. അപ്പോൾ ദൂരെ നിന്നും വരുന്ന ഒരു വാഹനത്തിന്റെ പ്രകാശം അവളുടെ കണ്ണിൽ വീണു. രണ്ടും കൽപ്പിച്ച് ഗോമതി റോഡിലേക്ക് ഇറങ്ങി നിന്നു. ആ വാഹനം അടുത്തു വന്നു. അതൊരു പഴയ മോഡൽ ട്രക്കായിരുന്നു. പെട്ടെന്ന് മിന്നൽ പോലെ ഗോമതി ഒരു കാര്യം ഓർമ്മിച്ചു. കുറച്ചു മുമ്പേ ഈ ട്രക്ക് തന്നെയാണ് ഇതിലെ കടന്നുപോയത്. ഇത് വീണ്ടും എന്തിനു വന്നു? ഗോമതിയുടെ തൊട്ടടുത്ത് ട്രക്ക് നിന്നു. അതിന്റെ ക്യാബിനുള്ളിൽ തൊപ്പി വെച്ച ഒരാളുടെ രൂപം അവൾ കണ്ടു. ഒന്നും മിണ്ടാതെ അയാൾ ഇടതുവശത്തെ ഡോർ തുറന്നു കൊടുത്തു. ധൈര്യം സംഭരിച്ച് ഗോമതി ട്രക്കിൽ കയറി. അയാൾ കൈ നീട്ടി ഡോർ അടച്ചു. അപ്പോൾ വിചിത്രമായൊരു കാഴ്ച ഗോമതി കണ്ടു. അയാളുടെ കയ്യിൽ നിറയെ ചെന്നായുടേതുപോലുള്ള രോമങ്ങൾ. ട്രക്ക് ഒരു ഇരമ്പലോടെ പാഞ്ഞുപോയി. അതിന്റെ കിളിവാതിലൂടെ പിന്നിലേക്ക് നോക്കിയ ഗോമതി ഞെട്ടിപ്പോയി. പിന്നിലെ പ്ലാറ്റ്ഫോമിൽ ദേഹം മുഴുവൻ രോമമുള്ള ഒരു സത്വം കിടക്കുന്നു. ചെന്നായോട് സാദൃശ്യമുണ്ടായിരുന്നു അതിന്. ഗോമതി പെട്ടെന്ന്
മനുഷ്യച്ചെന്നായുടെ കാര്യം ഓർമ്മിച്ചു. റോഡിന് അല്പം വീതിയുള്ള ഭാഗത്തെത്തിയതും അയാൾ ട്രക്ക് തിരിച്ചു വന്ന വഴിക്ക് തന്നെ വിട്ടു. ആ കാഴ്ച കണ്ട് ഗോമതി നിലവിളിച്ചു. പെട്ടെന്ന് കിളിവാതിലൂടെ രോമം നിറഞ്ഞ ഒരു കൈ നീണ്ടുവന്ന് ഗോമതിയുടെ കഴുത്തിൽ പിടിച്ച് ഞെരിച്ചു. ഗോമതിയുടെ നിലവിളി തൊണ്ടയിൽ തടഞ്ഞു. ഐസിയുവിന്റെ മുന്നിലെ കസേരയിലിരുന്ന് ജൂലി മയങ്ങിപ്പോയി. അഗാധമായ ഗർത്തത്തിന് മുകളിലൂടെ വലിച്ചു കെട്ടിയ നേരിയ ചരടിൽ തൂങ്ങിക്കിടന്ന് നിലവിളിക്കുകയായിരുന്നു സോളമൻ. വെള്ള ഷർട്ടും പാൻസുമായിരുന്നു അയാളുടെ വേഷം. ആ ചരട് പൊട്ടിയാൽ സോളമൻ അഗാധ ഗർത്തത്തിൽ വീഴുമെന്ന് ജൂലി ഞെട്ടലോടെ ഓർത്തു. അടുത്ത നിമിഷം അത് സംഭവിച്ചു. സോളമൻ തൂങ്ങിക്കിടന്ന ചരട് പൊട്ടിപ്പോയി. ജൂലി! ഒരു നീണ്ട നിലവിളിയോടെ സോളമൻ അഗാധ ഗർത്തത്തിലേക്ക് പറന്നിറങ്ങുന്നത് അവൾ കണ്ടു. എന്റെ സോള! കരഞ്ഞുകൊണ്ട് ജൂലി ഞെട്ടിയുണർന്നു. ഒന്ന് രണ്ട് നിമിഷത്തേക്ക് താൻ എവിടെയാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. പിന്നെ എല്ലാം ഓർമ്മ വന്നു. ജൂലി വാച്ചിലേക്ക് നോക്കി. വെളുപ്പിന് 3 മണി. സോളമനെ കുറിച്ച് ഓർത്തുകൊണ്ട് മയങ്ങിപ്പോയതായിരിക്കും ഇങ്ങനെയൊരു സ്വപ്നം കണ്ടതെന്ന് അവൾ ആശ്വസിച്ചു. പെട്ടെന്ന് ഐസിയുവിന്റെ വാതിൽ തുറന്ന് ശോഭ ഇറങ്ങി വന്നു. അതുകൊണ്ട് ജൂലി ചാടി എണീറ്റു. എന്താ ശോഭേ? സോളമൻ ഡോക്ടർ കണ്ണു തുറന്നു. മാഡത്തിന് വിളിക്കാൻ പറഞ്ഞു. താങ്ക് ഗോഡ്. സന്തോഷത്തോടെ ജൂലി വാതിൽ തുറന്ന് കയറിപ്പോയി. പിന്നാലെ ശോഭയും. ജൂലി സോളമൻ കിടക്കുന്ന ബെഡിനരികിലേക്ക് ചെന്നു. മുഖത്തു നിന്നും ഓക്സിജൻ മാസ്ക് മാറ്റിയിരിക്കുന്നു. അപകടനില തരണം ചെയ്തുവെന്ന് ജൂലി കരുതി. അവൾ അയാളുടെ കാൽക്കൽ ചെന്ന് നിന്നു. സോളമൻ ജൂലിയെ നോക്കി. ആ മുഖത്ത് വരണ്ടൊരു പുഞ്ചിരി ഉണ്ടായി. അടുത്തേക്ക് ചെല്ലാൻ ആംഗ്യം കാണിച്ചതും ജൂലി അങ്ങോട്ട് ചെന്നു. എനിക്ക് എന്താ പറ്റിയത്? അസ്പഷ്ടമായ ശബ്ദത്തിൽ അയാൾ തിരക്കി. സുഖമാവട്ടെ, എല്ലാം പറയും. ഇപ്പോ അധികം സംസാരിക്കണ്ട. ജൂലി ചിരിച്ചുകൊണ്ട് അയാളുടെ കവിളിൽ തലോടി. അല്ല, എനിക്കറിയണം. അയാളുടെ ശബ്ദത്തിന്റെ ടോൺ മാറി. ഒരു ചെന്നായ മുരളുന്നത് പോലെ ജൂലിക്ക് തോന്നി. അവൾ അമ്പരപ്പോടെ സോളമനെ നോക്കി. പറയടി! ഓർക്കാപ്പുറത്ത് സോളമൻ ജൂലിയുടെ കൈ പിടിച്ച് ശക്തിയായി വലിച്ചു. നിലതെറ്റി അവൾ സോളമന്റെ ദേഹത്തേക്ക് വീണു. സോള, നീ എന്തു ഭ്രാന്താ കാണിക്കുന്നത്? എന്നെ വിട്, നിങ്ങളൊരു പേഷ്യന്റ് ആണ്. ജൂലി കുതറി മാറാൻ ഒരു ശ്രമം നടത്തി നോക്കി. പക്ഷേ അയാൾക്കൊരു ഗൊറില്ലയുടെ ശക്തി ഉണ്ടെന്ന് അവൾക്ക് തോന്നി. ഡോക്ടർ! ശോഭ ഓടി വന്ന് അയാളുടെ പിടുത്തം വിടവിക്കാൻ ഒരു ശ്രമം നടത്തി നോക്കി. പോ! സോളമൻ കൈ കുടഞ്ഞതും ശോഭ തെറിച്ച് തറയിൽ വീണു. നീ എന്റെ പെണ്ണാണ്, നിന്നെ എനിക്ക് വേണം. സോളമൻ മുരണ്ടു. ജൂലിയുടെ ബ്ലൗസ് വലിച്ചു കീറി. ഒരു നിമിഷം കൊണ്ട് സോളമനെ കുറിച്ച് ആളുകൾ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ജൂലിക്ക് മനസ്സിലായി. അയാളുടെ മാനസിക നിലയ്ക്ക് കാര്യമായ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ തലക്കേറ്റ അടി കൊണ്ടായിരിക്കുമോ? ജൂലിക്ക് കൂടുതൽ ചിന്തിക്കാൻ സമയം കിട്ടുന്നതിന് മുമ്പ് സോളമൻ ബെഡിൽ എണീറ്റിരുന്നു. തലയിൽ ഇട്ടിരുന്ന പ്ലാസ്റ്റർ അയാൾ വലിച്ചു പറിച്ചു കളഞ്ഞു. മുറിവിൽ നിന്നും ചോര ചീറ്റാൻ തുടങ്ങി. അതുകൊണ്ട് ജൂലിയും ശോഭയും നിലവിളിച്ചു. ആരും ശബ്ദിച്ചു പോകരുത്. ഇപ്രാവശ്യം അത് ചെന്നായ മുരളുന്ന ശബ്ദം പോലെയായിരുന്നു. ഡ്രിപ്പ് സ്റ്റാൻഡിൽ തൂക്കിയിട്ടിരുന്ന ബ്ലേഡ് ബോട്ടിൽ വലിച്ചു പറിച്ചെടുത്ത് അതിന്റെ അടപ്പ് തുറന്ന് വായിലേക്ക് കമഴ്ത്തി. അയാളുടെ കണ്ണുകൾ തീക്കട്ട പോലെ ചുമന്നു. കൈകാലിലെ നഖങ്ങൾ നീണ്ട് ശരീരത്ത് രോമങ്ങൾ കിളിർത്തു വന്നു. തലയിലെ മുറിവിലേക്ക് നീണ്ടു. നഖം കടത്തി മുകളിലേക്ക് വലിച്ചു. തലമുടി അടക്കം തലയോടിനെ പൊതിഞ്ഞിരുന്ന തൊലി പറഞ്ഞു പോന്നു. അതയാൾ അവർക്ക് നേരെ വലിച്ചെറിഞ്ഞു. ഭീകരമായ ആ കാഴ്ച കണ്ട് ശോഭബോധം കിട്ടു വീണു. ജൂലി നിലവിളിച്ചുകൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടി. ഒരു കാട്ടുമൃഗത്തെ പോലെ സോളമൻ ശോഭയെ കടന്നു പിടിച്ചു. അവളുടെ വസ്ത്രങ്ങൾ ചീന്തി എറിഞ്ഞു. അവളെ പുഷ്പം പോലെ എടുത്തുയർത്തി കിടക്കയിലേക്ക് ഇട്ടു. ശോഭ അലറിക്കൊണ്ട് എണീറ്റു. അവളുടെ കഴുത്തിലേക്ക് സോളമൻ മുഖം ചേർത്തു. കടവായിൽ നിന്നും കൂർത്ത കോമ്പലുകൾ ചാടി വന്നു. ശോഭയുടെ കണ്ടനാളം കടിച്ചു മുറിച്ച് അയാൾ ചോര കുടിച്ചു. പിന്നെ അവളെ വലിച്ചെറിഞ്ഞ് വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. അയാളുടെ കണ്ണുകൾ നാലുപാടും ജൂലിയെ തിരക്കുകയായിരുന്നു. ജൂലി ഡോക്ടർ പ്രസാദിന്റെ മുറിയിലേക്ക് ഓടിക്കയറി. ജൂലിയെ പരിചയമുള്ള പ്രസാദ് അമ്പരന്ന് പോയി. കിടപ്പിനിടയിൽ ജൂലി കാര്യങ്ങൾ പ്രസാദിനോട് പറഞ്ഞു. അയാൾക്കും വിശ്വസിക്കാനായില്ല. അയാൾ ഫോൺ എടുത്ത് സെക്യൂരിറ്റിയെ വിളിച്ചു. അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ ആളുകൾ വിവരം അറിഞ്ഞു കഴിഞ്ഞിരുന്നു. സോളമനെ തടുക്കാൻ ശ്രമിച്ച അറ്റൻഡർമാരെ എല്ലാം പുഷ്പം പോലെ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് അയാൾ മുന്നോട്ട് കുതിച്ചു. ജൂലി ആയിരുന്നു അയാളുടെ ലക്ഷ്യം. ഒരു സിഗരറ്റ് കത്തിച്ച് 2 പുക എടുത്തതേയുള്ളൂ രാഘവൻ. അപ്പോഴാണ് ഫോൺ വന്നത്. രാഘവൻ സിഗരറ്റ് വലിച്ചെറിഞ്ഞ് മുകളിലേക്ക് ഓടി.
ഹോസ്പിറ്റലിൽ നിന്നും ആളുകളുടെ കൂട്ടക്കരച്ചിൽ രാഘവൻ കേട്ടു. ഡോക്ടർ പ്രസാദ് പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തു. പക്ഷേ ലൈൻ കിട്ടിയില്ല. നിരാശയോടെ റിസീവർ വെച്ചപ്പോഴാണ് സർക്കിൾ ഇൻസ്പെക്ടർ ടൈഗർ വിഷ്ണുവിന്റെ മൊബൈൽ നമ്പർ കയ്യിലുള്ള കാര്യം ഓർമ്മിച്ചത്. വിഷ്ണുവിനെ വിളിക്കാൻ തുടങ്ങിയതും വാതിൽ പൊളിഞ്ഞു വീണു. ദേഹം മുഴുവൻ രോമമുള്ള ഒരു സ്വത്തം കയറി വരുന്നതായിട്ടാണ് ആദ്യം പ്രസാദിനും ജൂലിക്കും തോന്നിയത്. പിന്നെയാണ് അതിന്റെ മുഖത്തിന് സോളമന്റെ ചായ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായത്. നീ ഇവിടെ വന്ന് ഒളിച്ചിരിക്കുകയാണല്ലേ? നിന്നെയും കൊണ്ടേ ഞാൻ പോകൂ, വാടി. സോളമൻ ജൂലിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. ഒരു രക്ഷയ്ക്കായി അവൾ പ്രസാദിനെ നോക്കി. എന്ത് ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു അയാൾ. ഇങ്ങനെ ഒരു അനുഭവം ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ജൂലിയെ രക്ഷിച്ച മതിയാകൂ, അല്ലെങ്കിൽ. ഞൊടിയിടയിൽ മേശപ്പുറത്തിരുന്ന കത്രിക എടുത്തുകൊണ്ട് പ്രസാദ് സോളമന്റെ പിന്നാലെ ചെന്നു. പിന്നെ അയാളുടെ പുറത്ത് കത്രിക കൊണ്ട് ആഞ്ഞു കുത്തി. ആ ഹോസ്പിറ്റൽ നടക്കുന്ന ഒരു ആക്രന്ദനമുണ്ടായി. പ്രസാദ് കത്രിക വലിച്ചെറിഞ്ഞപ്പോൾ പച്ച നിറത്തിലുള്ള കൊഴുത്ത രക്തം പുറത്തേക്ക് ചീറ്റി. സോളമൻ അലറിക്കൊണ്ട് മുഖത്തെ തൊലി വലിച്ചു പറിച്ച് അവർക്ക് നേരെ എറിഞ്ഞു. ഇപ്പോൾ ഒരു ചെന്നായുടെ മുഖമായിരുന്നു അയാൾക്ക്. ജൂലിയുടെ കയ്യിലുള്ള പിടുത്തം വിടാതെ അയാൾ പ്രസാദിന്റെ നേരെ തിരിഞ്ഞു. ആ കാഴ്ച കണ്ട് പേടിച്ചു വരണ്ടു നിൽക്കുകയായിരുന്നു അയാൾ. അപ്പോൾ ഓടി വന്ന വാച്ച്മാൻ രാഘവൻ ആ കാഴ്ച കണ്ട് സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ നിന്നു. രാഘവ! ഡോക്ടർ സോളമന് വീണ്ടും ഭ്രാന്തിളകി. ജൂലി മാഡത്തിനെ രക്ഷിക്കണം! പ്രസാദ് വിളിച്ചു കൂവി. മോർച്ചറിയിൽ കൊണ്ടുവന്ന വിചിത്ര സത്വത്തിന്റെ രൂപമാണ് ഡോക്ടർക്കുള്ളതെന്ന് രാഘവൻ ഒരു നിമിഷം ചിന്തിച്ചു. പിന്നെ ഞൊടിയിടയിൽ കർമ്മനിരതനായി. സോളമൻ ജൂലിയുടെ സാരി വലിച്ചിഴച്ചു. അടിപ്പാവാടയും കീറിയ ബ്ലൗസും ഇട്ട് ജനമധ്യത്തിൽ നഗ്നയാക്കപ്പെട്ടവളെ പോലെ ചൂളി നിൽക്കുകയായിരുന്നു ജൂലി. അയാളുടെ കൈ ജൂലിയുടെ പാവാടയിൽ പിടുത്തമിട്ടതും രാഘവൻ ഉണർന്നു പ്രവർത്തിച്ചു. രോഗികൾക്ക് ഇരിക്കാൻ ഇട്ടിരുന്ന ഇരുമ്പു കസേരയിൽ ഒന്നെടുത്ത് സോളമന്റെ തലക്കിട്ട് ആഞ്ഞടിച്ചു. ഒരു കാട്ടുമൃഗത്തിന്റെ അലർച്ചയോടെ സോളമൻ മറിഞ്ഞു വീണു. തറയിൽ പച്ച നിറത്തിലുള്ള രക്തം പടർന്നു. ആ ശരീരം ഒന്ന് പിടഞ്ഞു, പിന്നെ നിശ്ചലമായി. അപ്പോൾ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച അവർ കണ്ടു. സോളമന്റെ ഭീകര രൂപം മാറി മാറി അയാളുടെ യഥാർത്ഥ രൂപം വീണ്ടു കിട്ടി. ജൂലി കരഞ്ഞുകൊണ്ട് ഓടി വന്ന് സോളമനെ കെട്ടിപ്പിടിച്ചു. പിന്നെ മൂക്കിൽ കൈവച്ച് നോക്കി. സോളമൻ ഡോക്ടർ മരിച്ചു. ഗോമതി തന്റെ കഴുത്തിൽ അമർന്നിരിക്കുന്ന സത്യത്തിന്റെ കൈ വിടുവിക്കാൻ കുറെ ശ്രമിച്ചു. പക്ഷേ അതിന്റെ ശക്തി ഒന്നിനൊന്ന് വർദ്ധിച്ചു വന്നു. കഴുത്ത് മുറുകിയതും ഗോമതിക്ക് ശ്വാസം മുട്ടി. തന്നെ ആ സ്വത്വം കഴുത്ത് ഞെരിച്ചു കൊല്ലുമെന്ന് ഗോമതിക്ക് ഉറപ്പായി. ക്യാബിനുള്ളിൽ ഗോമതിയുടെ കൈ ഒരായുധത്തിനു വേണ്ടി പരതി. ജാക്കി ലിവർ കയ്യിൽ കെട്ടി. സർവ്വശക്തിയും എടുത്ത് അതുകൊണ്ട് കിളിവാതിലൂടെ ആ സത്വത്തെ ആഞ്ഞു കുത്തി. പന്നി മുക്രയിടുന്നത് പോലെ ഒരു ശബ്ദം പിന്നിൽ നിന്ന് ഉയർന്നു. കഴുത്തിലെ പിടി അയഞ്ഞതും ഗോമതി തെന്നിമാറി. വണ്ടി നിർത്തടാ! എങ്ങുനിന്ന് കിട്ടിയ ധൈര്യത്തിൽ ഗോമതി അലറി. അവിടെ നടന്നതൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലെന്ന മട്ടിലായിരുന്നു തൊപ്പിക്കാരൻ ട്രക്ക് ഓടിച്ചുകൊണ്ടിരുന്നത്. വണ്ടി നിർത്താൻ പറഞ്ഞത് കേട്ടില്ലേ? എനിക്കിവിടെ ഇറങ്ങണം. നീ എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? പക്ഷെ അയാൾ അത് കേട്ട ഭാവം പോലും നടിച്ചില്ല. ചേച്ചി! കിളിവാതിലൂടെ പരിചിതമായൊരു ശബ്ദം കേട്ട് നടുക്കത്തോടെ ഗോമതി തല തിരിച്ചു. കിളിവാതിലിൽ സുരേന്ദ്രന്റെ മുഖം. സുരേന്ദ്ര, നീ നീ എങ്ങനെ ഇതിനകത്ത് വന്നു? അമ്പരപ്പോടെ ഗോമതി തിരക്കി. സിതാരയ്ക്കൊപ്പം ഷൂട്ടിങ്ങിനിടയിൽ ചെന്നായുടെ വേഷമിട്ട സുരേന്ദ്രൻ അപ്രത്യക്ഷമായ കാര്യം ഗോമതി ഓർത്തു. ഞാൻ പറഞ്ഞു മുഴുമിക്കുന്നതിന് മുമ്പ് സുരേന്ദ്രൻ പിന്നിലേക്ക് മറിഞ്ഞു വീണു. അപ്പോഴാണ് ഗോമതി ആ കാഴ്ച കണ്ടത്. കഴുത്തിലെ പിടിപിടിക്കാൻ ആഞ്ഞു കുത്തിയ ജാക്കി ലിവർ സുരേന്ദ്രന്റെ നെഞ്ചു തൊളിച്ച് അപ്പുറം കടന്നിരിക്കുന്നു. ഈശ്വര! അപ്പോ ആ സ്വത്തും സുരേന്ദ്രനായിരുന്നോ? അവിശ്വസനീയമായ മറ്റൊരു കാഴ്ച കൂടി ഗോമതി കണ്ടു. ജാക്കി ലിവർ തുളഞ്ഞു കയറിയ ഭാഗത്തു നിന്നും പച്ച നിറത്തിലുള്ള ചോര ഒഴുകി പ്ലാറ്റ്ഫോമിൽ നിറയെ പടർന്നിരിക്കുന്നു. പെട്ടെന്ന് തല്ലി അലച്ചതുപോലെ ട്രക്ക് നിന്നു. പകപ്പോടെ ഗോമതി പുറത്തേക്ക് നോക്കി. ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു കെട്ടിടം കാട്ടിറമ്പിൽ പ്രേതമാളിക പോലെ തല ഉയർത്തി നിൽക്കുന്നത് കണ്ടു. തൊപ്പിക്കാരൻ താഴെ ഇറങ്ങിയിട്ട് ഗോമതിയെ പുഷ്പം പോലെ എടുത്ത് താഴെ നിർത്തി. തങ്ങൾ നിൽക്കുന്നത് പഴയൊരു പള്ളിമുറ്റത്താണെന്ന് ഗോമതിക്ക് മനസ്സിലായി. ഒരു ഭാഗത്തെ ഗോപുരത്തിന് മുകളിൽ പഴയൊരു കുരിശ് അവൾ കണ്ടു. ഇയാൾ എങ്ങോട്ടായിരിക്കും കൊണ്ടുപോകുന്നത്? ഓടി രക്ഷപ്പെട്ടാലോ? ഗോമതി അങ്ങനെ ചിന്തിച്ചതും തൊപ്പിക്കാരൻ തിരിഞ്ഞ് അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ആ കെട്ടിടത്തിനുള്ളിലേക്ക് പോയി. നിമിഷങ്ങൾ കഴിഞ്ഞതും ചോര മരവിപ്പിക്കുന്ന ഒരു നിലവിളി ഇരുളിൽ മുഴങ്ങി. ലോലിത കണ്ണു തുറന്ന് ചുറ്റും നോക്കി. നേരം പുലർന്നിരിക്കുന്നു. ഉദയസൂര്യന്റെ തങ്കരശ്മികൾ ഹൗസ് ബോട്ടിലേക്ക് എത്തി നോക്കുന്നുണ്ട്.
അവൾ ബ്ലാങ്കറ്റിനുള്ളിൽ കിടന്നുകൊണ്ട് അശോകിനെ നോക്കി. അയാൾ നല്ല ഉറക്കമാണ്. ലോലിത അശോകിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് ബ്ലാങ്കറ്റ് മാറ്റി എണീറ്റു. ലൊക്കേഷനിൽ പോകണ്ടേ? വേണം. അയാൾ എണീറ്റു. അശോക് ലൊക്കേഷനിലേക്ക് പോകാൻ ഇറങ്ങിയതും മൊബൈൽ ശബ്ദിച്ചു. അശോക് ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ, മിസ്റ്റർ അശോക് അല്ലേ? ഞാൻ CI ടൈഗർ വിഷ്ണു ആണ്. എന്താ സർ രാവിലെ? ഫോണിലൂടെ CI പറഞ്ഞ വാർത്ത കേട്ട് തലയിൽ പാമ്പ് കൊത്തിയതുപോലെ അശോക് സ്തംഭിച്ചു നിന്നു. മൊബൈൽ ഫോൺ പിടിച്ച് നിശ്ചലനായി നിൽക്കുന്ന അശോകിന്റെ സമീപത്തേക്ക് ലോലിത വന്നു. അശോക്, ആരാ ഫോണിൽ? ലൊക്കേഷനിൽ വീണ്ടും ആരെങ്കിലും ചത്തോ? സർക്കിൾ ഇൻസ്പെക്ടറാണ് വിളിച്ചത്. ഷൂട്ടിങ്ങിനിടയിൽ കാണാതായ സുരേന്ദ്രന്റെ ശവം കായലോര റോഡിൽ നിന്ന് കണ്ടുകിട്ടിയെന്ന്. എനിക്ക് പോലീസ് സ്റ്റേഷൻ വരെ പോകണം. ലൊക്കേഷനിൽ ചെന്ന് ദേവൻ സാറിനെയും കൂട്ടണം. ഞാനൊരു കാര്യം പറഞ്ഞ അശോക് കേൾക്കുമോ? അശോക് ചോദ്യഭാവത്തിൽ അവളെ നോക്കി. ഈ പടത്തിന്റെ ഷൂട്ടിംഗ് ഇവിടെ വെച്ച് നിർത്തണം. എന്ന ജീവനെങ്കിലും ബാക്കി കിട്ടും. ഇല്ല, ഞാൻ ചത്താലും ഈ സിനിമ മുഴുവനാക്കും. അത് എന്റെ ഒരു വാശിയാ. അശോക് ബോട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ നിർത്തിയിട്ടിരുന്ന കാറിൽ ഓടിച്ചു പോയി. ലോലിതയ്ക്ക് നേരിയ ഭയം തോന്നി. ഈ സിനിമയിൽ നായികയാകണമെന്നാണല്ലോ അശോക് പറയുന്നത്. പക്ഷേ മനസമാധാനത്തോടെ ഇതിൽ അഭിനയിക്കാൻ സാധിക്കുമോ? രാവിലെ സുകുമാരൻ സിതാരയെ അടിച്ചിട്ടിരുന്ന മുറിയിൽ ചെന്ന് നോക്കി. അയാൾ അമ്പരന്ന് പോയി. സിതാര മുറിക്കുള്ളിൽ ഇല്ലായിരുന്നു. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും കാണാം. നന്ദി.